സുഭാഷിതങ്ങൾ 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവിനോട് വിശ്വസ്തത. മകനെ, എൻ്റെ ഉപദേശം വിസ്മരിക്കരുത്. നിന്റെ ഹൃദയം എൻ്റെ കൽപ്പനകൾ പാലിക്കട്ടെ. അവ നിനക്ക് ദീർഘായുസ്സും സമൃദ്ധമായി ഐശ്വര്യവും നൽകും. കരുണയും വിശ്വസ്തതയും നിന്നെ പിരിയാതിരിക്കട്ടെ. അവയെ നിന്റെ കഴുത്തിൽ ധരിക്കുക, ഹൃദയഫലകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. അങ്ങനെ നീ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ പ്രീതിയും സൽകീർത്തിയും നേടും. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക. സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയുമരുത്. ഓർമ്മിക്കുക, ജന്മം നൽകിയ ദൈവത്തെയും ജീവിതമൊരുക്കിയ മാതാപിതാക്കളെയും വഴിയാത്രയിൽ തണലായിരുന്ന പ്രിയപ്പെട്ടവരെയും അവഗണിച്ച് കരം പിടിച്ചവരുടെ കൈ കുടഞ്ഞെറിഞ്ഞ് തന്നിഷ്ടക്കാരായി ജീവിക്കുന്നവരുടെ ലോകത്തിലാണ് നാം. ഹൃദയത്തിൽ കനിവും നന്മയും വറ്റിയ അവിശ്വസ്തതയുടെയും അധാർമികതയുടെയും പുറങ്കുപ്പായം ധരിച്ച ജീവിതങ്ങൾക്ക് പഞ്ഞമില്ലാത്തൊരു ലോകം. അനുഗ്രഹ വഴികളെ തീരാശാപത്തിന്റെ തീച്ചൂളയാക്കി മാറ്റിയിട്ടും പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ലെന്ന മട്ടിൽ പ്രതികരിക്കുന്ന മനുഷ്യൻ. ഇതൊക്കെയാണ് ഇന്നിന്റെ മുഖം. കടിഞ്ഞാണില്ലാത്ത കുതിര കണക്കെ പായുന്ന മോഹങ്ങളുടെയും വ്യർത്ഥ സ്വപ്നങ്ങളുടെയും മായാപ്രപഞ്ചത്തിൽ തിമിർത്ത് രസിക്കാനുള്ള അഭിവാഞ്ച പലപ്പോഴും ധന്യമായ ഈ ജീവിതത്തിന്റെ അന്ത്യമായി പരിണമിക്കുകയാണ്. എന്തു വന്നാലും ഭൗതിക ജീവിതം ആസ്വദിക്കണം എന്ന മനോഭാവം നമ്മിലും നമുക്ക് ചുറ്റിലും ഏറി വരുന്നു. കൊണ്ടും കൊടുത്തും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും മൂല്യങ്ങൾ സ്വന്തമാക്കിയ ഒരു കാലമുണ്ടായിരുന്നു. ഇന്നത് വിലകെട്ട ജീവനില്ലാത്ത വിടുവാക്കുകളായി മാറിയിരിക്കുന്നു. പരസ്പര വിശ്വാസവും വിധേയത്വവും സത്യം മുറുകെ പിടിക്കുവാനുള്ള സന്നദ്ധതയുമെല്ലാം ഒരു സമൂഹത്തിന്റെ ധാർമ്മികതയുടെ അടിത്തൂണുകളായിരുന്നെങ്കിൽ ഇന്നത് ശോഷിച്ചുവെന്നത് ഭയപ്പാടോടെ വേണം കാണുവാൻ. അണുകുടുംബങ്ങളിലേക്ക് ലോകം ചുരുങ്ങി. അകൽച്ചയുടെ അതിർവരമ്പുകളിലേക്ക് ഹൃദയങ്ങളും ബന്ധങ്ങളും ഒതുങ്ങി. മൂല്യങ്ങളുടെ അടിത്തറ ഇളകിയ കുടുംബങ്ങളും ദൈവത്തെയോ മനുഷ്യരെയോ ഭയപ്പെടുകയോ ആദരിക്കുകയോ ചെയ്യാത്ത സംവിധാനങ്ങൾ. ഇവയിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് ഈശോയെ മാതൃകയാക്കുവാൻ നമുക്ക് സാധിക്കണം. വ്യക്തിബന്ധങ്ങളിലും കുടുംബങ്ങളിലും മറ്റു പ്രസ്ഥാനങ്ങളിലും വിധേയത്വവും വിശ്വസ്തതയും അനുസരണവും നിർബന്ധമായും പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി ജീവിക്കുവാനും ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാക്കുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജീവിതം പോലെയാക്കിടാം നാം നമ്മുടെ ജീവിത പാതകൾ. യേശുവിൻ ജീവിതം പോലെയാക്കിടാം നാം നമ്മുടെ ജീവിത പാതകൾ. സ്ഥാനമോഹങ്ങളിൽ ആഴ്ന്നു പോകാതെയും ലോകത്തിൻ ചേഷ്ടയിൽ മൂടരാകാതെയും സ്ഥാനമോഹങ്ങളിൽ ആഴ്ന്നു പോകാതെയും ലോകത്തിൻ ചേഷ്ടയിൽ മൂടരാകാതെയും ക്രൂശിലെ മുഖം നോക്കി നാം മുന്നേറിടാം തൻ സാക്ഷിയാ. ഒന്നും പകരം വേണ്ടെന്നാഥന നിൻ ജീവിത ശ്രുതി മാത്രം.
കപടരാം പരീശരെ പോലെ ആയിടല്ലേ, കപടരാം പരീശരെ പോലെ. പ്രബലമാം തിരുസഭകളിൽ പ്രധാനിയെങ്കിലും ദൈവ തേജസ്സിൽ നിന്നു നീ എത്രയോ അന്യൻ ആയിടല്ലേ, കപടരാം പരീശരെ പോലെ. മഹോന്നതൻ എൻ യേശുനാഥൻ ശിഷ്യർ പാദം തുടച്ചപ്പോൾ കഴുകണം നാം നമ്മിലെ അഹന്തകൾ എല്ലാം. യേശുവിൻ ജീവിതം പോലെയാക്കിടാം നാം നമ്മുടെ ജീവിത പാതകൾ. സ്ഥാനമോഹങ്ങളിൽ ആഴ്ന്നു പോകാതെയും ലോകത്തിൻ ചേഷ്ടയിൽ മൂടരാകാതെയും ക്രൂശിലെ മുഖം നോക്കി നാം മുന്നേറിടാം തൻ സാക്ഷിയാ. യേശുനാഥ ക്രൂശതില്ലറിഞ്ഞ സ്നേഹം പോലെ, യേശുനാഥ ക്രൂശതില്ലറിഞ്ഞ സ്നേഹം പോലെ. നല്ല ശമരിയാക്കാരനെ പോലെ അന്യോന്യം സ്നേഹിച്ചിടാം. സർവസമാനമം ദൈവദൃഷ്ടിയിൽ ഏവരും ഒന്നല്ലയോ. യേശുനാഥ ക്രൂശതില്ലറിഞ്ഞ സ്നേഹം പോലെ. ക്ഷമിക്കുക നാം, പൊറുക്കുക നമ്മോടു താതൻ ക്ഷമിച്ചപ്പോൾ. ക്രൂശതില്ലേറ്റ പീഡയാൽ അതല്ലയോ നാഥൻ ചെയ്തത്. യേശുവിൻ ജീവിതം പോലെയാക്കിടാം നാം നമ്മുടെ ജീവിത പാതകൾ. സ്ഥാനമോഹങ്ങളിൽ ആഴ്ന്നു പോകാതെയും ലോകത്തിൻ ചേഷ്ടയിൽ മൂടരാകാതെയും ക്രൂശിലെ മുഖം നോക്കി നാം മുന്നേറിടാം തൻ സാക്ഷിയാ. ഒന്നും പകരം വേണ്ടെന്നാഥന നിൻ ജീവിത ശ്രുതി മാത്രം.